ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചവെള്ളം എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കാരണം ഒരുപാട് മെസ്സേജസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു വീഡിയോ ആണിത്. കമ്പനി ബോർഡ് LGSന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ കഴിഞ്ഞ കമ്പനി ബോർഡ് LGS ലിസ്റ്റിന്റെ അവസ്ഥ എന്തായി, ഇനി എപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും, ഈ ഒരു ലിസ്റ്റിന്റെ സാധ്യത എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാം ആണിത്. ഇപ്പൊ ഡിഗ്രി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, നല്ലൊരു അവസരം തന്നെയാണ് കമ്പനി ബോർഡ് LGS. എന്താണ് നമുക്ക് വരുന്ന സമയങ്ങളിൽ പറയാം. അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എക്സാം ആണ് ഇത്, നമ്മുടെ കമ്പനി ബോർഡ്. വേരിയസ് LGS നമുക്കറിയാം ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല, പക്ഷേ ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇത്, കമ്പനി ബോർഡിന്റെ LGS എക്സാം. വളരെ നല്ലൊരു പോസ്റ്റ് ആണ്. നന്നായിട്ട് എഴുതിയ മീൻസ് നമുക്ക് മാക്സിമം ആൾക്കാർ എടുക്കുന്ന മറ്റ് ലിസ്റ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ മാക്സിമം ആൾക്കാർ എടുക്കുന്ന ഒരു ലിസ്റ്റ് ആണ് കമ്പനി ബോർഡ് LGSന്റേത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് 609/2021 609/2021 ആയിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ. അതിന്റെ എക്സാം നടന്നത് 17/5/2023 ഓക്കെ, 17/5/2023 എക്സാം നടന്നത്. റാങ്ക് ലിസ്റ്റ് വന്നത് 12/1/2024 ഓക്കെ, 12/1/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ നമുക്കറിയാം 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. സോ 11/1/2027 വരെ, 2025, 26, 27 2027 ജനുവരി വരെ എന്തുണ്ട്, നിലവിലെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഈ ഒരു ലിസ്റ്റിനെ കുറിച്ച് ആൾക്കാർ നിരന്തരം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മാക്സിമം അടുത്ത സ്ലൈഡ് കാണുന്ന നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. മാക്സിമം ആൾക്കാരെ എടുക്കുന്ന ഒരു ഇതാണിത്, പോസ്റ്റ് ആണ് ഇത്, നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. നമുക്കത് വരുന്ന ഇതിൽ മനസ്സിലാവും. അപ്പൊ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ നമ്പർ 609/2021, റാങ്ക് ലിസ്റ്റ് വന്ന് 12/1/2024 ഓക്കെ. അപ്പൊ മെയിൻ ലിസ്റ്റിൽ നോക്കിയേ, കഴിഞ്ഞ തവണത്തെ മെയിൻ ലിസ്റ്റിൽ 4038 ആൾക്കാരെ ഈ ഒരു ലിസ്റ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു. 4038 ആൾക്കാരെ. സപ്ലിമെന്ററി ലിസ്റ്റിൽ 4055 ആൾക്കാരുണ്ടായിരുന്നു. ഡിഫറന്റ്ലി ഏബിൾഡ് 120 ആൾക്കാർ. അങ്ങനെ ടോട്ടൽ 8213 ആൾക്കാരാണ് എന്തുന്നത്, നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 8213 ആൾക്കാര്. അപ്പോൾ അന്നത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു? 76.67 മാർക്കായിരുന്നത് അന്നത്തെ കട്ട് ഓഫ്. 76.67 മാർക്ക്. കാരണം എന്താണ്, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ 76.67 മാർക്ക് ഉണ്ടായിട്ട് കൂടി എന്ത് ചെയ്തു, 4000 ആൾക്കാരൊക്കെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സപ്ലിയിൽ 4055, DA 120 ആൾക്കാർ, ഡിഫറന്റ് ഏബിൾ 120 ആൾക്കാരുണ്ടായിരുന്നു. 8213 ആൾക്കാർ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ആയിരുന്നു. കട്ട് ഓഫ് 76.67 മാർക്ക്. ഓക്കെ, അപ്പൊ നിലവിലെ ഒരു അഡ്വൈസ് ഡീറ്റെയിൽസും കൂടി ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. LGSന്റെ ആണ്, വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ LGSന്റെ ഇതാണ്. നമ്മൾ പറഞ്ഞു റാങ്ക് ലിസ്റ്റ് വന്ന് 12/1/2024 അപ്പൊ ടോട്ടൽ അഡ്വൈസ് ഒന്ന് നോക്കിയേ, 2120 ടോട്ടൽ അഡ്വൈസ് ആണ് ഇപ്പൊ നിലവിൽ. ഇപ്പൊ 21/4/2025 ഏറ്റവും ലേറ്റസ്റ്റ് ആണിത്. 2120 അഡ്വൈസ് നിലവിൽ തന്നെ എന്തുണ്ട്, പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ലിസ്റ്റ് വന്ന് ഏകദേശം 1.5 വർഷം, ഏകദേശം ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട് ലിസ്റ്റ് വന്നിട്ട്. അപ്പൊ 2120 അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എന്തായാലും ഇതിന്റെ ഒരു സ്റ്റെപ്പ് കൂടി കടന്നിട്ട് ഏകദേശം 5000-6000-ഓളം അഡ്വൈസുകൾ നമ്മുടെ ലിസ്റ്റ് അവസാനിക്കുന്നതാകുമ്പോഴേക്കും മാക്സിമം അഡ്വൈസുകൾ നടന്നാൽ, അപ്പോയിന്റ്മെന്റ് നടന്നാൽ പോകാൻ കിട്ടും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ NJDC ആണ്. എന്താണ് NJDC വരുന്നത്? ഇപ്പൊ വരാൻ പോകുന്ന LDC ലിസ്റ്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ പുതിയൊരു LDC, നിലവിലെ ലിസ്റ്റ് ജൂലൈ 31 തീരുകയാണ്. അതിനുശേഷം ഒരു LDC ലിസ്റ്റ് വരും. ആ LDC ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാവും. സോ അവരെന്ത് ചെയ്യും, ആ LDC ലിസ്റ്റ് വിടുന്നതോടുകൂടി ഇവിടെ NJD ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ മറ്റ് ജോലികൾ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്ത് ഉണ്ടാവും, ഈ പോസ്റ്റ് നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ അവരൊക്കെ എന്ത് ചെയ്യും, അങ്ങോട്ട് മാറുകയും മാക്സിമം NJDC ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ് ഇത്, നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 2120 ആൾക്കാർ നിലവിൽ അഡ്വൈസ് ആയിട്ടുണ്ട്. അതിൽ മെയിൽ കാറ്റഗറി 1733 OC പോയിട്ടുണ്ട്. ഫീമെയിൽ ആണെങ്കിൽ 1669. ബാക്കി കാറ്റഗറി വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC ST ഒക്കെ നിലവിൽ സപ്ലി ലിസ്റ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. SC 51, 47 മെയിൽ ഫീമെയിൽ കാറ്റഗറി. ST ആണെങ്കിൽ 96, 71 ആണ് ഉള്ളത്. നമ്മുടെ OBC ആണെങ്കിൽ 1723 റാങ്ക് ഉള്ളത്. 1674 ഫീമെയിൽ കാറ്റഗറിയിൽ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മറ്റ് റിസർവേഷൻ കാര്യത്തിന്റെ ഇവിടെ ഈ ടേബിൾ കാണാം. ടോട്ടൽ അഡ്വൈസ് 2120 ആണ്. സോ ഇത് തന്നെയാണ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് മാക്സിമം ആൾക്കാർ അന്വേഷിക്കാനും കാത്തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ ഒരുപാട് വേക്കൻസീസ് വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് NJDs ക്രിയേറ്റ് ചെയ്യുന്ന, ഒരുപാട് അഡ്വൈസുകൾ പോകുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇതിന്റെ സിലബസ് നമുക്കറിയാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ ഇതിന്റെ സിലബസിൽ വലിയൊരു ചേഞ്ച് നമ്മൾ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. പൊതുവിജ്ഞാനം 40 മാർക്ക്, അനുകാലം 20, സയൻസ് 10, പൊതുജനാരോഗ്യം 10, ലഘുഗണിതം, മാനസശേഷി, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20. അങ്ങനെ 100 മാർക്കിന്റെ നമ്മുടെ സാധാരണ LGSന്റെ നിലയിലുള്ള ഒരു എക്സാം തന്നെയാണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ, ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ എപ്പോഴും തുടങ്ങണം എന്നുള്ള കാര്യം. അപ്പൊ നമുക്കറിയാം 2027 വരെ, നിലവിൽ 2027 വരെ ലിസ്റ്റ്
നിലവിലുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്നും നമ്മൾ പറഞ്ഞു പറ്റിക്കുന്നില്ല. എന്തായാലും ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടു കൂടി മാത്രമാണ് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് 2025 ഡിസംബറിൽ ഒരുപാട് എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ. ഒന്നുകിൽ ചിലപ്പോൾ 2025 ഡിസംബറിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ സമയത്ത് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 2026 മാർച്ചിനുള്ളിലെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ വരും, കമ്പനി ബോർഡ് LGS തീർച്ചയായിട്ടും വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, വെൻ ടു സ്റ്റാർട്ട്, എപ്പോൾ തുടങ്ങണം എന്നുള്ള കാര്യം. ഓക്കെ, ഒരിക്കലും ഈ കമ്പനി ബോർഡ് LGS മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കരുത്. ഞാൻ സത്യസന്ധമായിട്ട് കാര്യം നിങ്ങളോട് പറഞ്ഞതാണ്. കാരണം നിങ്ങൾ 10th ലെവൽ അല്ലെങ്കിൽ ഈ 10th ലെവൽ എക്സാംസ് മാത്രമേ, ഡിഗ്രി ഇല്ലാത്ത 10th ലെവൽ എക്സാംസ് എഴുതാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഇപ്പൊ ഈ 2 ദിവസം കൂടി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തുണ്ട്, സെക്രട്ടേറിയറ്റ് OAയുടെ ഒരു എക്സാം, നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി OAയുടെ എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ VFA എക്സാംസ് വരാൻ പോകുന്നത്, നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം നോട്ടിഫിക്കേഷൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ASM എക്സാം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന ഒരു പോസ്റ്റാണ് ASM എക്സാം. അതിന്റെ കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ കമ്പനി ബോർഡ് LGSനും കൂടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇപ്പൊ ചില ആളുകൾക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളൊരു PSC എക്സാമിനെ ക്രാക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു എക്സാം ഒരിക്കലും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കരുത്. നിങ്ങൾ ഒരു ട്രൈ, ഇപ്പൊ കമ്പനി ഡിഗ്രി ലെവലാണ്, ഡിഗ്രി ലെവൽ പഠിക്കുക, അല്ലെ 10th ലെവൽ പഠിക്കുക. അപ്പം അവിടെ പറ്റുന്ന മാക്സിമം എക്സാംസ് എന്ത് ചെയ്യുക, നിങ്ങൾ കവർ ചെയ്യുക. ഡിഗ്രി ലെവലൊക്കെ ഡിഗ്രി ലെവൽ തന്നെ ട്രൈ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഇതൊക്കെ അങ്ങ് കയറി വരും. അതുപോലെ തന്നെ ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ 10th ലെവൽ നോക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ആ 10th ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുക. അതിന്റെ ആ ഈ നമ്മളിപ്പോ പറഞ്ഞ VFA, ASM, LGS ഇതൊക്കെ ഒരേ കാറ്റഗറിയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മാത്രമേ ആവശ്യമുള്ളൂ. സോ തീർച്ചയായിട്ടും അങ്ങനെ വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിനല്ലാണ്ട് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര വലിയ, നമുക്കറിയാം സ്റ്റേറ്റ് വൈഡ് നമ്മൾ പറഞ്ഞു 77, ഓൾമോസ്റ്റ് 77 എന്താണ് കട്ട് ഓഫ് വന്നത്. ഇത്തവണ അത് മിക്കവാറും നമുക്കറിയാം പഠിക്കുന്ന കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ഒക്കെ വളരെ കൂടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ലെവലിലേക്കും ഉയരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഒരു 80 ഒക്കെ മാർക്കൊക്കെ കട്ട് ഓഫ് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരെ എന്ത് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈ ഒരു റണ്ണിൽ തന്നെ പഠിക്കുക. എനിക്കറിയാം നിങ്ങളെല്ലാം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു റണ്ണിൽ തന്നെ പഠിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കറക്റ്റ് ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു എക്സാം, ഒരു പ്രിലിംസ്, നമ്മുടെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ആ നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു 2025 ഡിസംബറോടുകൂടി, അല്ലെങ്കിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടു കൂടി ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ ഒരു 6-7 മാസം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, അതിന്റെ ലിസ്റ്റ്, എക്സാം നടക്കും. ഒരു 2-3 മാസം കഴിയുമ്പോൾ ലിസ്റ്റ് വരും. അങ്ങനെ 2027 ജനുവരി ആകുമ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. ഓക്കെ, അപ്പൊ വെൻ ടു സ്റ്റാർട്ട് എന്ന ക്വസ്റ്റ്യൻ ഞാൻ ശരിക്കും ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. കാരണം എനിക്കറിയാം നിങ്ങളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അപ്പൊ ഈ ഒരു റണ്ണ് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ഈ എക്സാമിനെ കുറിച്ച്, ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഒരുപാട് എൻക്വയറീസ് വരുന്നതുകൊണ്ട് നമ്മൾ ഒരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഒരുപാട് ജോലി സാധ്യതകളുള്ള പോസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് NGDC ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അപ്പോയിന്റ്മെന്റ് നടക്കാൻ ചാൻസ് ഉള്ള പോസ്റ്റ് തന്നെയാണ്. അപ്പൊ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്, ഇപ്പൊ അത് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങ് നിൽക്കരുത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ആ റണ്ണ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. കാരണം ഇത് നമുക്കറിയാം 2027 ആണ് ഇതിന്റെ എക്സാം, നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വരിക. പിന്നെ എന്തുണ്ട്, 2030 വരെ അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവും. സോ നിങ്ങൾ കുറച്ച് പുറകോട്ടാണെങ്കിൽ 2030 ജോലിക്ക് കയറുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കരുത്. ഇപ്പോഴേ കണ്ടിന്യൂ ചെയ്യുക. അതിനിടയിൽ തന്നെ എന്ത് ചെയ്യുക, VFA, ASM അല്ലെങ്കിൽ LGSO ഏതെങ്കിലും വെച്ചാൽ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത് അടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ എല്ലാ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ അത്തരം എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരു അറിവ് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, കമ്പനി, നമ്മുടെ കോർപ്പറേഷനിലും കമ്പനി ബോർഡിലൊക്കെയുള്ള പോസ്റ്റാണ്, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഗവൺമെന്റ് സ്റ്റാഫിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സുകളും, പെൻഷൻ പോലുള്ള ബെനിഫിറ്റ്സുകളൊക്കെ തന്നെ അതിൽ കുറവാണ് എന്നായിരുന്നു നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അത് നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നതോട് കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താണ് പോസ്റ്റ്, ജോലി സാധ്യതകളൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും. അത് ക്ലാസിന്റെ ആവശ്യത്തിനാണെങ്കിലോ അതിന് മറ്റ് ഗൈഡൻസിനോ ആണെങ്കിൽ തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ PDF നോട്ട്സുകൾക്ക് വേണ്ടി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക്